ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാകണം എന്ന ഗാന്ധിജിയുടെ ആഗ്രഹമാണ് ഗ്രാമസ്വരാജ്. അങ്ങനെ ഗ്രാമങ്ങളിലെ ജനങ്ങളെ ശാക്തീകരിക്കുന്ന, ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു പദ്ധതിയായിരുന്നു കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ മൻരേഗ പദ്ധതി. അതിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാറ്റി പകരം ജി റാംജി എന്ന പേര് നൽകുക മാത്രമല്ല സംഘികൾ കൊണ്ടുവന്ന ബില്ലിന്റെ ഉദ്ദേശം. മറിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായ വിഹിതം നൽകാത്തതിനാൽ ഓൾറെഡി പ്രതിസന്ധിയിലായ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുക എന്നതുകൂടിയാണ് ഈ പുതിയ ബില്ലിന്റെ ഉദ്ദേശം. ഈ ബില്ല് കൊണ്ടുവന്നത് ന്യായീകരിച്ചുകൊണ്ട് മണ്ഡിയിലെ പരമമണ്ഡിയായ MP കങ്കണ റണൌട്ട് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് ഭൂലോക വിഡ്ഢിത്തം പറയുന്നതും ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് തിരുവനന്തപുരത്തു നിന്നുള്ള മുക്കാൽ സംഖ്യയായ കോൺഗ്രസിന്റെ MP ശശി തരൂർ സംസാരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന ചാനലുകൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതിനാൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതുവഴി സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയ്ക്ക് വലിയ ഉണർവാണ് ഉണ്ടായത്. കോൺഗ്രസ് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ജനങ്ങൾക്ക് വളരെ ഗുണകരമായതായിരുന്നു. അതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങളും അങ്ങനെയുള്ളതായിരുന്നു. അതുപോലെ അവർ പദ്ധതികൾക്ക് പേര് കൊടുക്കുമ്പോൾ അത് വളരെ അർത്ഥവത്തായ പേരുകളുമായിരുന്നു. ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ സ്വപ്നത്തെ പൂവണിയിക്കുന്ന പദ്ധതിയായ മൻരേഗ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയതിന് കാരണവും മറ്റൊന്നല്ല. എന്നാൽ സംഘികൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും അവരുടെ എതിരാളികളാണ്. അങ്ങനെ ഗാന്ധിജിയുടെ പേര് ഇതിൽ നിന്ന് വെട്ടുക മാത്രമല്ല, ഈ പദ്ധതിയുടെ 60% ബാധ്യതയും സംസ്ഥാനങ്ങളുടെ മേൽ ചുമത്തുക കൂടിയാണ് ഈ ബില്ലിലൂടെ കേന്ദ്രം ഉന്നം വെക്കുന്നത്. പാവങ്ങളുടെയും സ്ത്രീകളുടെയും ജീവിതത്തിന് ഇത്ര അന്തസ്സുറപ്പാക്കിയ വേറൊരു പദ്ധതിയില്ല. രാജ്യത്തങ്ങോളമങ്ങോളമുള്ള വളരെയേറെ കുടുംബങ്ങൾ പട്ടിണി കൂടാതെ കഴിഞ്ഞുകൂടുന്നതിന് പ്രധാന കാരണമായത് ഈ പദ്ധതിയാണ്. ഇതിന് നേരിട്ട് ഗോഡ്സെയുടെ പേര് കൊടുക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. 400 പാർച്ചിരുന്നെങ്കിൽ അതിനും അവർ മടിക്കുകയില്ലായിരുന്നു. ഇതോടുകൂടി ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഈ പദ്ധതി തന്നെ വലിയ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. മോദിയും കൂട്ടരും ഭരിച്ച കാലത്ത് തന്നെ 100 ദിവസം തൊഴിൽ കൊടുക്കേണ്ട ഈ പദ്ധതി കഴിഞ്ഞ 5 വർഷങ്ങളിൽ എത്ര ദിവസമാണ് തൊഴിൽ കൊടുത്തത് എന്ന് അറിയാമോ? 2020-21 വെറും 51 ദിവസം, 21-22 വെറും 50 ദിവസം, 22-23 വെറും 47 ദിവസം, 23-24 വെറും 52 ദിവസം, 24-25 അതായത് ഈ സാമ്പത്തിക വർഷം വെറും 50 ദിവസമാണ് ഓരോ പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഈ പദ്ധതി പ്രകാരം തൊഴിൽ നൽകിയത്. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് 100-ൽ നിന്ന് 125 ദിവസത്തിലേക്ക് തൊഴിൽ ദിനങ്ങൾ ഉയർത്തുമെന്ന്. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന 100 ദിവസം പോലും തൊഴിൽ കൊടുക്കാതെയാണ് 125ലേക്ക് ഉയർത്താൻ പോകുന്നത്. മറ്റാർക്കും ഇത് സാധിക്കുകയില്ല. ഈ ബില്ലിൽ മഹാത്മാഗാന്ധിക്കെതിരെ യാതൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനായി മണ്ഡിയിലെ മണ്ഡിയായ കങ്കണ റണൌട്ട് MP മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടാൽ ഇവർക്കൊക്കെ വോട്ട് ചെയ്ത ആളുകൾ സ്വന്തം തല തല്ലിപ്പൊട്ടിക്കണം. How is it an insult from Mahatma Gandhi ji? Mahatma ji जो है श्री राम को लेकर जो है रघुपति राघव राजा राम को लेकर उन्होंने एक नेशनल एंथम बनाया था, जिससे उन्होंने पूरे देश को जो है संगठित किया था. तो how is it an insult for महात्मा गांधी जी? उन्हीं के सपने को पूरा करके जो है इसे राम का नाम दिया जा रहा है. ഇത് മഹാത്മാഗാന്ധിക്കെതിരെയുള്ള ഒരു അപമാനമാകുന്നത് എങ്ങനെയാണ്? മഹാത്മാഗാന്ധി ശ്രീരാമനെ പറ്റി രഘുപതി രാഘവ രാജാറാം എന്ന ഒരു ദേശീയ ഗാനം ഉണ്ടാക്കി എന്ന വസ്തുതയെ ഓർക്കുമ്പോൾ, അങ്ങനെ രാജ്യത്തെ മൊത്തം അദ്ദേഹം ഒന്നിച്ചപ്പോൾ, അപ്പോൾ ഇത് മഹാത്മാഗാന്ധിക്കെതിരെയുള്ള ഇൻസൾട്ട് എങ്ങനെയാണ് ആകുന്നത്? മഹാത്മാഗാന്ധിയുടെ ആ രഘുപതി രാഘവ രാജാറാം എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിട്ടാണ് രാമന്റെ പേര് നൽകിയത്. സംഘികൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേ. എത്ര വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് കങ്കണയുടേതെന്ന്. ഒന്നാമതായി രഘുപതി രാഘവ രാജാറാം എന്നുള്ളത് ദേശീയ ഗാനമല്ല. രണ്ടാമത് ഇത് മഹാത്മാഗാന്ധിയല്ല രാജ്യത്തിന് നൽകിയത്. അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇത്. രഘുപതി രാഘവ രാജാറാം എന്നുള്ളത് ഒരു ഹിന്ദു ഭജൻ ആണ്, അല്ലെങ്കിൽ ഭക്തിഗാനം ആണ്. അതിന്റെ കൂട്ടത്തിൽ മതനിരപേക്ഷത പറയുന്നതിന് വേണ്ടി ഗാന്ധിജി
ഈശ്വർ അല്ലാ തേരാ നാം എന്നുകൂടി കൂട്ടിച്ചേർത്തു. അള്ളാ ആണെങ്കിലും ഈശ്വർ ആണെങ്കിലും ദൈവം ഒന്നു തന്നെയെന്ന്. ഇതിന്റെ ഉത്ഭവം 17ാം സെഞ്ചുറി കവിയായ രാംദാസിൽ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത്. ഗാന്ധി ഇതിനെ പോപ്പുലർ ആക്കി എന്നുള്ളതും ഈശ്വർ അള്ളാ തേരാ നാം എന്നുകൂടി കൂട്ടിച്ചേർത്തു എന്നുള്ളതും വാസ്തവമാണ്. അല്ലാതെ ഇതൊരു ദേശീയഗാനമല്ല, ഗാന്ധിജി എഴുതിയതും അല്ല. ഇതുപോലെ മണ്ടികളോട് ഈ വസ്തുതകൾ ആർക്കാണ് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇനി ഇതിനെ എതിർത്തുകൊണ്ട് ശശി തരൂർ പാർലമെന്റിൽ നടത്തിയ 2 മിനിറ്റുള്ള പ്രസംഗം വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതും ഇതിന്റെ പേര് മാറ്റാനുള്ള സംഘികളുടെ ഗൂഢലക്ഷ്യങ്ങൾ തുറന്നു കാണിക്കുന്നതും ആയിരുന്നു. Thank you, Mr. Speaker. I'd like to also oppose the introduction of the proposed bill, the G. Ramji bill, which represents a deeply regrettable and retrograde step for our nation and our nation's commitment to the welfare of its most vulnerable citizens. My first objection, Mr. Speaker, as with others, is the ill-advised decision to remove the name of the father of the nation for the reasons already given, which I will not repeat. But this is not just an administrative tweak, sir. It's an assault on the very spirit and philosophical foundation of this crucial program. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages, and his unwavering faith in Gram Swaraj was part of his vision of Ram Rajya. So the original act, by bearing his name, acknowledged this profound connection that true employment guarantee and upliftment must flow from the grassroots, embodying his principle of the last man first. To remove the name Mahatma Gandhi is to strip the bill of its moral compass and its historical legitimacy, and then to have 2 languages in the title just to make the acronym G. Ramji is not just a violation of Article 348 as pointed out in the previous discussion, but it also reminds me of a song, of a lyric from my childhood, sir. Mere bachpan mein ye gaate the, dekho ye divano ye kaam mat karo, Ram ka naam badnaam mat karo. And in this particular case, it's a real... Sir, we must also seriously question the legislative intent behind the financial restructuring proposed in the bill. The proposal to impose 40% of the financial burden directly onto the state governments is not just fiscally irresponsible, it's a measure that threatens to make the entire program unviable, sir. This sudden and massive shift in liability will inevitably make it impossible for poorer states. It will lead to delays in wage payments, reduced days of work, and ultimately the destruction of the scheme itself. And it's a violation of fiscal federalism, sir, which is why I don't think we have the legislative competence to do that. Finally, sir, it also makes it contingent upon executive notification. It allows the union to decide, sir, when and where the scheme will operate. This fundamentally alters the nature of the program. അദ്ദേഹത്തിന്റെ ആദ്യത്തെ എതിർപ്പ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ നിന്ന് മാറ്റുന്നതിൽ ആയിരുന്നു. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം എന്ന അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്ന വിഷൻ ഒരിക്കലും രാഷ്ട്രീയപരമായുള്ള ഒരു കാഴ്ചപ്പാട് ആയിരുന്നില്ല എന്ന് സംഘികളുടെ മുഖത്ത് നോക്കി പറയുകയാണ് അദ്ദേഹം. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ഒരു സാമൂഹിക സാമ്പത്തിക പ്രസ്ഥാനമായിരുന്നു എന്ന്. പാർലമെന്റിന് പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളും ഏന്തി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തി. അതിന്റെ ചില ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും അഖിലേഷ് യാദവിന്റെയും നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നുചേർന്ന് നടത്തിയ ഈ പ്രതിഷേധത്തിൽ ഇവിടെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള യുവ MP ജ്യോതിമണിയാണ്. പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ശക്തിയില്ലാത്തതിനാലും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന വസ്തുതകൾ ഒന്നും സംഘികൾക്ക് മനസ്സിലാകുകയില്ലാത്തതിനാലും ഈ ബില്ല് പാസ്സാകും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിന്മേലുള്ള സംഘികളുടെ നാണംകെട്ട കള്ളക്കളികൾ പാർലമെന്റിലും പുറത്തും വ്യക്തമായി തുറന്നു കാണിച്ചു. അതുവഴി ജനങ്ങൾക്ക് സംഘികളുടെ ഗൂഢതന്ത്രങ്ങൾ എന്താണ് എന്ന് ശരിക്കും വ്യക്തമായി മനസ്സിലായി എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തരൂരിന് ഗതികേടുകൊണ്ട് ഇതിനെ എതിർക്കേണ്ടി വന്നു എന്നുള്ളതും വളരെ രസകരമായ കാര്യമാണ് എന്നും പറയാതെ വയ്യ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?